റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പല ഹദീസുകളിലായിക്കൊണ്ട് അറിയിച്ചു തന്നിട്ടുള്ളതാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്തിൽ നമ്മൾ ഓരോ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസത്തിലോട്ട് കടക്കുന്നിടത്തോളം നമ്മുടെ മുന്നിൽ ഫിത്നകൾ കടന്നുകൊണ്ടേയിരിക്കും. ഒരു ഫിത്ന കഴിഞ്ഞാൽ അടുത്ത ഫിത്ന വരും, അടുത്ത ഫിത്ന കഴിഞ്ഞാൽ അതിന് ശേഷമുള്ളത് വരും. എന്നിങ്ങനെ ഫിത്നകൾ കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും ഈ ദുനിയാവിൽ ഒരു മുഅ്മിനെ കാത്തിരിക്കുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് അറിയിച്ചു തന്ന ഹദീസാണ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബാദിറു ബിൽ അഅമാലി ഫിതനൻ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് ഫിത്നകളെ നിങ്ങൾ മറികടക്കുക. കഖിതഇൽ ലൈലിൽ മുദ്ലിം, ആ ഫിത്നകൾ എങ്ങനെയുള്ളതാണ്? രാത്രിയുടെ ഇരുട്ടുള്ള രാത്രിയിലെ കഷ്ണങ്ങളെ പോലെയാണ്. യുസ്ബിഹു റജുലു മുഅ്മിന വയുംസി കാഫിറ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഫിത്നയുടെ അവസ്ഥ നമുക്ക് വിശദീകരിച്ച് തരികയാണ്. ഒരു മുഅ്മിൻ രാവിലെ ആയിരിക്കുമ്പോൾ മുഅ്മിനായിരിക്കും, വയുംസി കാഫിറ, എന്നാൽ വൈകുന്നേരമാകുമ്പോഴത്തേന് അവൻ കാഫിറായി തീർന്നിട്ടുണ്ടാവും. വയുംസി മുഅ്മിന, വൈകുന്നേരം ആയിരിക്കുമ്പോൾ അവൻ മുഅ്മിനായിരിക്കും, വൈകുന്നേരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ മുഅ്മിനായിരിക്കും. വയുസ്ബിഹു കാഫിറ, രാവിലെ പുലർച്ചയിലോട്ട് പ്രവേശിക്കുന്ന സമയത്ത് ആവുമ്പോഴത്തേക്കും അവൻ കാഫിറായി തീർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് തെളിയിക്കുന്നത് അത്രയധികം ഫിത്നകളാണ് നമ്മുടെ മുന്നിൽ കടന്നു വരാനിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ള ഈമാനിലോ നമ്മളിപ്പോൾ ഉള്ള സൽക്കർമ്മങ്ങളിലോ നമ്മളിപ്പോഴുള്ള ഹൈറിൻ്റെ കാരണത്താൽ നമ്മൾ വഞ്ചിതരാക്കപ്പെടാൻ പാടില്ല. പകരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാലാവധിയെ ഒരുപക്ഷെ നമ്മുടെ ഈമാൻ ഉണ്ടാവുകയുള്ളൂ. ഇതേപോലെ തന്നെയാണ് മറ്റൊരു ഹദീസിൽ ഇമാം ബുഖാരി റിവായത്ത് ചെയ്തൊരു കഥയിലുള്ളതുപോലെ സുബൈർ ബിൻ അദി റഹിമഹുല്ലാഹ് എന്ന താബിഈ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബിയുടെ അടുക്കിലേക്ക് വരികയാണ്. വന്നിട്ട് അന്ന് കാലത്തെ ക്രൂരനായ ഭരണാധികാരിയായിരുന്ന ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന ക്രൂരരിൽ നിന്ന് അവർക്ക് അനുഭവിച്ചു കൊണ്ടുണ്ടായിരുന്ന പ്രയാസങ്ങളെ പരാതി പറഞ്ഞുകൊണ്ടാണ് ഇവൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. അപ്പോൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അവരോട് പറയാണ്, ഇസ്ബിറു, നിങ്ങൾ സബ്ർ ചെയ്യുക. ഫഇന്നഹു ലാ യഅതി സമാനുൻ ഇല്ലാ വല്ലദീ ബഅദഹു ശർറുൻ മിൻ. നിങ്ങളിപ്പോൾ ഹജ്ജാജിൻ്റെ പ്രയാസങ്ങൾ നിങ്ങൾ എത്ര സബ്ർ ചെയ്താലും നിങ്ങൾ മനസ്സിലാക്കുക, ഇതിനേക്കാട്ടി മോശമായിട്ടുള്ള കാലമാണ് ഇനി നിങ്ങൾക്ക് വരാനുള്ളത്. ഹത്താ തൽഖൗ റബ്ബക്കും, ഏതുവരേക്കും? നിങ്ങളെ റബ്ബിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് വരേക്കും. ഇത് അനസ് ബിൻ മാലിക്കാണ് പറയുന്നത്. എന്നിട്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, സമിഅ്തുഹു മിൻ നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ ഒരു വിവരം ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങളുടെ നബിയിൽ നിന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഇത്രയധികം ഫിത്നകൾ ഉണ്ടെങ്കിൽ ഇനി അടുത്ത കാലത്ത് വരാൻ പോകുന്ന ഫിത്നകൾ ഇതിനെക്കാട്ടി കൂടുതലായിരിക്കും. നമ്മുടെ മുൻഗാമികൾ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പമാർ നമ്മുടെ പ്രായത്തിലായിരുന്ന സമയത്ത് അന്നും ഫിത്നകൾ ഉണ്ടാവും. പക്ഷേ അന്നുണ്ടായിരുന്ന ഫിത്നകളും നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്തുള്ള ഫിത്നകളും നമ്മൾ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ തന്നെ അതിനേക്കാട്ടിയും അധികം ഫിത്നകളായിരിക്കും ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുക. ഇത് തെളിയിക്കുന്ന വേറൊരു ഹദീസാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്. വലിയൊരു ഹദീസാണ്. ആ ഹദീസിൻ്റെ കഷ്ണത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വ ഇന്ന ഉമ്മത്തക്കും ഹാദിഹി, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്, നിങ്ങളുടെ ഈ ഒരു ഉമ്മത്തുണ്ടല്ലോ, അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് സ്വീകരിച്ച ഈ ഒരു മുസ്ലിം ഉമ്മത്ത്, ജുഇല ആഫിയതുഹ ഫി അവലിഹ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ഉമ്മത്തിൻ്റെ ആഫിയത്ത്, പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലം അതെവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത്? ഇതിൻ്റെ ആദ്യകാലത്താണ്, അഥവാ സഹാബാക്കളുടെ കാലത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലത്താണ് ഏറ്റവും ഫിത്നകൾ കുറഞ്ഞ സമയം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വസതുസീബു അല്ലെങ്കിൽ വസയുസീബു ആഖിറഹ ബലാഉൻ വ ഉമൂറുൻ തുൻകിറൂനഹ, ഈ ഒരു ഉമ്മത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത, നിങ്ങൾ വെറുക്കുന്ന ഒരുപാട് കാര്യങ്ങളും
പരീക്ഷണങ്ങളും വന്നു ഭവിക്കുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്നിട്ട് വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വതജീഉ ഫിത്നത്തുൻ യുറഖിഖു ബഅദുഹാ ബഅദാ. അതാണ് നമ്മുടെ ഷാഹിദ്. എന്നിട്ട് ഫിത്നകൾ വരും. അതിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? അതിൻ്റെ വിശേഷണം എങ്ങനെയാണ്? യുറഖിഖു ബഅദുഹാ ബഅദാ. ചിലത് മറ്റ് ചിലതിനെ ലഘൂകരിച്ച് കളയുന്നതായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നതുപോലെ ഷെയ്ഖുന അബു ഹംസ ഈ ഭാഗം വിശദീകരിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരായിരുന്നു. അഥവാ മുമ്പ് കഴിഞ്ഞു പോയ കാലത്തുണ്ടായിരുന്ന ഫിത്നകൾ, ഇപ്പോൾ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ നമ്മളെ ഉപ്പമാർ നമ്മുടെ പ്രായത്തിലായിരുന്നപ്പോൾ അവരുടെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന ഫിത്നകൾ, എന്നാൽ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഈ പ്രായത്തിലുള്ള ഈ ഒരു ഫിത്നകൾ നമ്മൾ വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക? ആ കാലത്തെ ഫിത്നകളൊന്നും ഒന്നുമില്ലേനെന്ന് പറയും. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഫിത്നത്തുൻ യുറഖിഖു ബഅദുഹാ ബഅദാ. ചിലത് മറ്റു ചിലതിനെ ലഘൂകരിച്ച് കളയും. എന്നാലോ അന്ന് അവർ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതെന്തായിരുന്നു? വളരെ വലിയ ഫിത്നയായിരുന്നു. പക്ഷേ അതിന് ശേഷം വന്ന ഫിത്നകളുടെ കാഠിന്യം കാരണം അത് നിസ്സാരമായി തോന്നും ആളുകൾക്ക്. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്തും നമുക്ക് ഒരുപാട് ഫിത്നകൾ കടന്നു പോകും. എന്നാൽ ഇനി ശേഷം വരാനുള്ള ഫിത്നകൾ, ആ ഫിത്നകളെ സംബന്ധിച്ചിടത്തോളം ഈ ഫിത്നകളൊന്നും എന്തായിരിക്കില്ല? ഒന്നും ആയിരിക്കില്ല. അപ്പോൾ ഓരോ ജീവിതം, ഓരോ ദിവസം നമ്മൾ മുന്നോട്ട് കടക്കുമ്പോഴും നമ്മളെ കാത്തിരിക്കുന്നത് എന്താണ്? ഒരുപാട് ഫിത്നകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ഈ ഒരു മുഖദ്ദിമ ഇത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്നതാണ്. ഈ ഹദീസ് വലിയ ഹദീസാണ്, മനോഹരമായ ഹദീസാണ്. അതിൻ്റെ അവസാനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഫമൻ അഹബ്ബ അൻ യുസഹ്സഹ അനിന്നാർ. ആരാണോ, അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഫിത്നകൾ ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആരാണോ നരകത്തിൽ നിന്ന് തട്ടിമാറ്റപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടാൻ ഉദ്ദേശിക്കുന്നത്, ഫൽതഅതിഹി മനിയതുഹു വഹുവ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവൻ്റെ മരണം അവന് വന്നെത്തിക്കളയട്ടെ. ഏതൊരവസ്ഥയിലായിരിക്കെ അവൻ അള്ളാഹുവിലും അന്ത്യദിനത്തിന് വിശ്വസിക്കുന്നവരായിരിക്കെ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫൽയുഅതി ഇലന്നാസി മാ യുഹിബ്ബു അൻ യുഅതാ ഇലൈഹി. അവനോട് ജനങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുവോ അതവൻ ബാക്കിയുള്ളവർക്ക് ചെയ്തു കൊടുക്കട്ടെ. അതായത് ഈ ഫിത്നകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അവൻ നരകത്തിൽ നിന്ന് കഴിച്ചലായി അവൻ സ്വർഗത്തിൽ പോകണമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവൻ ഈ ഒരു കാര്യം ചെയ്തു കൊള്ളട്ടെ. അവനോട് ജനങ്ങൾ എങ്ങനെ നിൽക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുവോ, അവനോട് ജനങ്ങൾ എന്ത് ചെയ്തു കൊടുക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുവോ, ഏതൊക്കെ നല്ല സ്വഭാവത്തിൽ നിൽക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുവോ ആ നല്ല സ്വഭാവത്തിൽ അവൻ ബാക്കിയുള്ള ജനങ്ങളോട് നിന്നുകൊള്ളട്ടെ എന്ന്. ഈ ഒരു മുഖദ്ദിമയിൽ നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷം ഈ ഫിത്നകളിൽ, പ്രയാസങ്ങളിൽ ഒരു മുഅ്മിനെ, ഒരു സലഫിയായ ഒരുത്തനെ, ഒരു താലിബായ ഒരുത്തനെ അവനുള്ള ഖൈറിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന ചില കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങൾ അവനിലുണ്ടായിരിക്കെ അവനിലൂടെ ഫിത്നകൾ കടന്നു പോകുമ്പോൾ അവൻ ആ ഫിത്നയിൽ ബാത്തിലിൻ്റെ കൂടെ ആയിപ്പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതിൻ്റെ കാരണങ്ങളിൽപ്പെട്ട 4 കാരണങ്ങളാണ് ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ 4 കാരണങ്ങൾ യഥാർത്ഥത്തിൽ ഷെയ്ഖുന യഹ്യ ഹഫളഹുല്ലാ കഴിഞ്ഞ വെള്ളിയാഴ്ച, ഇന്നിപ്പോൾ നമ്മളുള്ളത് വെള്ളിയാഴ്ചയാണ്, ഈ ശഅബാൻ മാസം തന്നെ തുടക്കത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഷെയ്ഖുന യഹ്യ ഹഫളഹുല്ലാ ഫതാവ സെക്ഷനിൽ ചോദിക്കപ്പെട്ട ഒരു ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട് ഷെയ്ഖ് പറഞ്ഞപ്പോൾ ഷെയ്ഖ് അവിടെ ഉദ്ധരിച്ച 4 കാരണങ്ങളാണ്. അപ്പോൾ ആ 4 കാരണങ്ങളാണ് നമ്മളിവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഷെയ്ഖ് ഏറ്റവും ആദ്യം പറഞ്ഞ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഷെയ്ഖ് വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? മിൻ അസ്വഇഹ. ഈ കാരണങ്ങളിൽ ഏറ്റവും മോശം കാരണങ്ങളിൽപ്പെട്ട ഒന്നാണ്, അവനെ തെറ്റിച്ച് കളയാനുള്ള ഏറ്റവും മോശം കാരണങ്ങളിൽപ്പെട്ട ഒന്നാണ് ജുലസാ ഉസൂ, മോശം കൂട്ടുകാർ. ഒരാൾ ഖൈറിലാണെങ്കിലും അവൻ ഇസ്തിഖാമത്തിലാണെങ്കിലും അവൻ ആരുടെ കൂടെയാണോ കൂട്ടുകൂടുന്നത്, അവൻ ഏതൊരാളുടെ കൂടെയാണോ അവൻ്റെ സഹവാസം എന്നുള്ളത് അവനെ ഈ ഖൈറിൽ നിന്ന് തെറ്റിച്ച് കളയാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. അവൻ എത്ര ഖൈറുള്ളവനായിക്കോട്ടെ, അവന് സ്വയം എത്ര വിശ്വാസമുള്ളവനായിരിക്കോട്ടെ, അള്ളാഹുവിനോട് എത്ര ദുആ ചെയ്യുന്നവനായിരിക്കോട്ടെ, ഈ ഒരു സബബ് അവൻ അങ്ങേയറ്റം സൂക്ഷിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഇമാം അബൂ ദാവൂദും ഇമാം തിർമിദിയും റഹ്മത്തുള്ളാഹി അലൈഹിമ റിവായത്ത് ചെയ്ത ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലി. ഒരുവൻ തൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലാണ്. ഒരുവൻ തൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലാണ്. ഈ പറഞ്ഞതിനർത്ഥം എന്താണ്? നമ്മൾ ആരോടാണോ കൂട്ടുകൂടുന്നത്, ആരുടെ കൂടെയാണോ നമ്മൾ സഹവസിക്കുന്നത്, അവൻ്റെ ദീനിലുള്ള നിലപാടും
അവന് ദീനിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നു, എത്ര ഗൗരവം കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ബാധിക്കും. അതിലെന്തെങ്കിലും ഒരു ഓഹരി നമുക്ക് എന്തായാലും കിട്ടും, അവനെപ്പോലെ പൂർണ്ണമായിട്ടും നമ്മൾ ആയി തീർന്നിട്ടില്ലെങ്കിൽ പോലും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അർറജുലു അലാ ദീനി ഖലീലി. ഷെയ്ഖുന യഹ്യ ഹഫദഹുല്ലാഹ് ഒരിക്കൽ പറഞ്ഞൊരു വാക്കായിരുന്നു. കാരണം എല്ലാ ആളുകളും ദാഇമാരാണ്, എല്ലാ ആളുകളും ദാഇമാരാണ്. അത് അവരെ നാവ് കൊണ്ട് ദാവത്ത് ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി. എന്താണ് ആ ഷെയ്ഖ് പറഞ്ഞതിന് അർത്ഥം? കാരണം ഒരാളെ കൂടെ നമ്മൾ കൂടിക്കഴിഞ്ഞാൽ അവൻ്റെ സംസാരം, അവൻ്റെ പ്രവൃത്തി, അവൻ്റെ ജീവിതശൈലി, രീതി എല്ലാം അത് നമ്മളിലൊരു സ്വാധീനം ഉണ്ടാക്കും. അത് ഒരുപക്ഷെ അവൻ തന്നെ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല അവൻ അതിൽ ദാവത്ത് ചെയ്യണമെന്ന്. പക്ഷേ ഇതാണ് വാസ്തവം. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് അർറജുലു അലാ ദീനി ഖലീലി. ഈ ഒരു വാസ്തവം നമുക്ക് അറിയിച്ചു തന്നതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകുകയാണ്, ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ. അതുകൊണ്ട് നിങ്ങൾ ആരോടാണ് കൂട്ടുകൂടുന്നത് എന്ന് നിങ്ങൾ നോക്കിക്കൊള്ളുക. അപ്പോൾ നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആരുടെ കൂടെ ഇരിക്കണം, ആരുടെ കൂടെ യാത്ര ചെയ്യണം, ആരുടെ കൂടെ സഹവസിക്കണം എന്ന് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു തൻബീഹ്, ഈ ഒരു താക്കീത് അത് നമ്മുടെ ഇരു കണ്ണുകളുടെ മുന്നിലും നമ്മൾ വെച്ചുകൊള്ളുക. കാരണം ഉലമാക്കൾ പറയുന്നൊരു കാര്യമാണ്, അഖ്ലാഖ് എന്ന് പറയുന്നത് സ്വഭാവ ഗുണങ്ങൾ, അത് നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും സ്വഭാവം എന്ന് പറയുന്നത് ദിസ്സീസ എന്നൊരു വാക്ക് പണ്ഡിതന്മാർ ഉപയോഗിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബി ഭാഷയിൽ നമ്മളെ ശരീരത്തിൽ നിന്ന്, ചർമ്മത്തിൽ നിന്ന് വിയർപ്പ് ആ ചർമ്മത്തിൻ്റെ ആ ഹോളുകളിലൂടെ പുറത്തോട്ട് വരുന്നതിനൊക്കെയാണ് അറബി ഭാഷയിൽ ഈ ഒരു വാക്ക് അവർ ഉപയോഗിക്കുക. ഇത് ഇവർ പറയുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓരോ തുള്ളി വേർപ്പ് നമ്മുടെ ചർമ്മത്തിൽ നിന്നാണ് അത് പോകുന്നത്, നമ്മളെ സ്വന്തം ശരീരത്തിൽ നിന്നാണ്. എന്നാൽ ആ ഒരു തുള്ളി പുറത്തേക്ക് ഉറ്റുമ്പോൾ നമ്മളത് അറിയൂല, നമ്മളറിയാതെയാണ് പുറത്തു പോകുക. പിന്നെ പുറത്തെത്തി കുറേ കഴിയുമ്പോഴാണ് നമ്മളെന്താ പറയുക, നമ്മൾ വേർത്തിട്ടുണ്ടെന്നറിയാം. അപ്പോൾ ഇതേപോലെയാണ് സ്വഭാവങ്ങളെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. ആദാബിൻ്റെ കിതാബുകൾ അവർ പറയുന്ന കാര്യം, നമ്മളറിയാതെയായിരിക്കും നമുക്ക് അവരുടെ സ്വഭാവങ്ങൾ നമ്മളിലോട്ട് വന്നു ചേരുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ, മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്, ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്തത്, ഇന്നമ മസലുൽ ജലീസി സ്സാലിഹി വൽ ജലീസി സു. ഒരു നല്ല കൂട്ടുകാരനും മോശം കൂട്ടുകാരൻ്റെയും ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതുപോലെയാണ്, കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ. ഒരു അത്തർ ചുമന്ന് നടക്കുന്നവൻ്റെയും കീറിലൂതുന്നതിൻ്റെയും, കീറിലൂതുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കൊല്ലന്മാരെന്ന് പറയും, ഇരുമ്പിൻ്റെ പണിയെടുക്കുന്ന ആളുകൾ. ആ ഇരുമ്പ് പഴിപ്പിക്കാനുള്ള തീൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതിലോട്ട് കൊല്ലൻ, അതിലോട്ട് ഊതുന്ന ആൾ. ഈ രണ്ട് ഉദാഹരണമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നല്ല ആളുടെ ഉദാഹരണം അത്തർ താങ്ങി നടക്കുന്നവനെ പോലെ, മോശം ആളുടെ ഉദാഹരണം കൊല്ലനെ പോലെ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ് ഒരു ഉദാഹരണം. ഫഹാമിലുൽ മിസ്ക്, അത്തർ കൊണ്ട് നടക്കുന്നവനാണെങ്കിൽ, മിസ്ക് കൊണ്ട് നടക്കുന്ന, കാരണം നമുക്കറിയാം മിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പിന് ശേഷം ഏറ്റവും ഉത്തമമായ തീബാണ്, ഏറ്റവും ഉത്തമമായ സുഗന്ധമാണ് മിസ്ക് എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്യും, ഇമ്മ അൻ യുഹദിയക്, ഒരുപക്ഷെ അയാൾ നിനക്ക് സൗജന്യമായിട്ട് അത് നിനക്ക് തരും. അത്തർ ചിലപ്പോൾ തേക്കാൻ തരും, ചിലപ്പോൾ അത്തർ നിനക്ക് സ്വന്തമായിട്ട് തന്നെ നിനക്ക് ചിലപ്പോൾ അത്തർ തരും. വഇമ്മ അൻ തബ്തഅ മിൻഹു, അല്ലെങ്കിൽ ഒരുപക്ഷെ നീ അവനിൽ നിന്ന് അത് പണം കൊടുത്ത് മേടിക്കും. വഇമ്മ അൻ തജിദ മിൻഹു റീഹൻ തയ്യിബ, ഇനിയിപ്പോൾ ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അവനിൽ നിന്ന് നിനക്ക് നല്ലൊരു സുഗന്ധം ലഭിക്കും. ഇതാണ് നല്ല കൂട്ടുകാരൻ്റെ ഉദാഹരണം. വനാഫിഖുൽ കീർ, ഇനി കൊല്ലൻ്റെ ഉദാഹരണമാണെങ്കിൽ, ഇമ്മാൻ യഹ്രിഖ അല്ലെങ്കിൽ യുഹ്രിഖ സിയാബക്, ഒന്നെങ്കിൽ അവൻ്റെ വസ്ത്രം കരിച്ചു കളയുന്നതാണ്. നിൻ്റെ വസ്ത്രം കരിച്ചു കളയും, നീ അവൻ്റെ അടുത്ത് കൂടെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള തീപ്പൊരിയും കാര്യങ്ങളൊക്കെ പാറിയിട്ട് നിൻ്റെ വസ്ത്രത്തിന് തീ പിടിക്കും, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലൊക്കെ പൊരികൾ തട്ടിയിട്ട് ഓട്ട വരും, നമുക്കറിയുന്നത് പോലെ. വഇമ്മാൻ തജിദ മിൻഹു റീഹൻ മുൻതിന, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നിൻ്റെ വസ്ത്രം കത്തിയിട്ടില്ല, അതിൽ നിന്ന് സേഫായാൽ നിനക്ക് അവനിൽ നിന്നൊരു മോശം ഗന്ധമെങ്കിലും ലഭിക്കും. നമ്മൾ പറഞ്ഞ പോലെ മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. ഈ ഹദീസ് നമ്മൾ ആയത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരാളുടെ കൂടെ നമ്മൾ കൂടിക്കഴിഞ്ഞാൽ, ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും കഷ്ടപ്പെട്ടുകൊണ്ട് അവനെ സാദൃശ്യപ്പെടുത്താൻ നമ്മൾ തന്നെ സ്വയം കഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും, കാരണം കഷ്ടപ്പെട്ട് നമ്മൾ പ്രയത്നിച്ച് നേടിയെടുക്കുന്നതാണ് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന സംഭവം. അങ്ങനെ നമ്മൾ നേടിയെടുത്തിട്ടില്ലെങ്കിലും ചിലപ്പോൾ അവൻ തന്നെ നമുക്ക് ചിലത് ഇങ്ങോട്ട് ഹദിയയായിട്ട് തരും. അവൻ്റെ വൃത്തികെട്ട ചില സ്വഭാവങ്ങൾ, ചില കാര്യങ്ങൾ, അവൻ്റെ മോശം ശീലങ്ങൾ അവൻ തന്നെ നമ്മളെ കൊണ്ട് ശീലമാക്കി, നമ്മളൊന്നും ചോദിക്കാതെ തന്നെ. ഇനിയിപ്പോൾ അങ്ങനെ അവൻ നമുക്കതൊരു ശീലമാക്കി തന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ദായിമാരാണ്.
അവനിൽ നിന്ന് അവനറിയാതെ തന്നെ നമ്മളറിയാതെ തന്നെ പല മോശ സ്വഭാവങ്ങളും നമ്മളിലോട്ട് വന്നെത്തും. അപ്പോൾ ഇത് നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കുക. പ്രത്യേകിച്ച് നമ്മൾ തൊലബിലിൽമോ മർക്കസുകളോ ഉലമാക്കളോ ഒന്നും ഇല്ലാത്തൊരു നാട്ടിൽ ജീവിക്കുമ്പോൾ, അവിടെ ജോലി ചെയ്ത് ജീവിക്കുമ്പോൾ നമ്മൾ പലതരം ആളുകളുമായിട്ട് കൂടിക്കലരേണ്ടി വരും. അതിൽ വെറും ജോലി ചെയ്ത് ജീവിക്കുന്ന ആഖിറത്തിൻ്റെ യാതൊരു ചിന്തയും ഇല്ലാത്ത ആളുകളുണ്ടാവും. ഒരുപക്ഷെ അതിൽ മാസിയത്തുകൾ പാപങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടാവും. ഒരുപക്ഷെ വൻപാപങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടാവും. ഒരുപക്ഷെ ഇസ്ലാമിക നാമം വെച്ചുകൊണ്ട് നിസ്കരിക്കാത്ത കാഫറുകളായിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ നമ്മൾ കൂട്ടുകൂടുമ്പോൾ നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ അവസ്ഥയിലേക്ക് ഒരുപക്ഷെ നമ്മൾ എത്തിയേക്കാം. നമുക്കിപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ നൽകിയിട്ടുള്ള ഈ ഒരു നിഅമത്ത്, ഈ ഒരു ഖൈർ, അത് നമ്മളിൽ നിന്ന് തട്ടിപ്പോകാനുള്ള ഒരു കാരണം അത് മാത്രമായിരിക്കാം, അവനോടുള്ള ആ ഒരു കൂട്ടുകെട്ട്. ഷെയ്ഖുന യഹ്യ ഹഫളഹുല്ല പറഞ്ഞ രണ്ടാമത്തെ കാരണമാണ് ദുൽമ്, അക്രമം എന്നുള്ളത്. നമ്മൾ മറ്റൊരാളോട് അക്രമം ചെയ്യുക എന്നുള്ളത് നമ്മളുള്ള ഖൈറിൽ നിന്ന് നമ്മളെ തെറ്റിപ്പോകാനുള്ള കാരണമാണ്. ഇതിന് ഷെയ്ഖുന യഹ്യ ഹഫളഹുല്ല കൊണ്ടുവന്നിരുന്ന ദലീൽ മനോഹരമായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇമാം ബുഖാരി റഹിമഹുല്ലാ റിവായത്ത് ചെയ്ത ഹദീസായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൻ യസാലൽ മുഅ്മിനു ഫീ ഫുസ്ഹത്തിൻ മിൻ ദീനി. ഒരു മുഅ്മിൻ അവൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ അവൻ വിശാലതയിലായിരിക്കും. പണ്ഡിതന്മാർ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ ഞെരുക്കത്തിലായിരിക്കില്ല, അവന് മാനസികമായിട്ടുള്ള സമാധാനം ഉണ്ടാവും. ഖൈറിലേക്ക് മുന്നേറാനുള്ള ഒരു പ്രചോദനം അവൻ്റെ മനസ്സിൽ നിന്ന് അവനുണ്ടാവും. മനസ്സിൽ വിശാലതയായിരിക്കും. അവന് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവനൊരു സന്തോഷം ഉണ്ടാവും. വേറെ ചില ഹദീസുകളിൽ വന്നതുപോലെ അൽ മുഅ്മിൻ മൻ സറത്ഹു ഹസനാത്തു വ അസാഅത്ഹു സയ്യിആത്തു. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹസനത്ഹു സയ്യിആത്തു കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സൽപ്രവർത്തനങ്ങൾ അവനെ സന്തോഷപ്പെടുത്തുന്നവനും ദുഷ്പ്രവർത്തനങ്ങൾ അവനെ വിഷമിപ്പിക്കുന്നവനുമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ മാനസികമായിട്ടുള്ളൊരു വിശാലതയിലും ഇസ്ലാമികപരമായിട്ടുള്ളൊരു സമാധാനത്തിലായിരിക്കും അവൻ്റെ ജീവിതം ഉണ്ടാകുന്നത്. ഏതുവരേക്കും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ ലം യുസിബ് ദമൻ ഹറാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുള്ളൊരു രക്തം അവൻ ചിന്തുന്നത് വരേക്കും. അപ്പോൾ ഈ ഹദീസിൻ്റെ മഫ്ഹൂം എന്താണ്? ഈ ഒരു രീതിയിൽ അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള ഒരു രക്തം അവൻ ചിന്തിക്കഴിഞ്ഞാൽ അവന് ഞെരുക്കം സംഭവിക്കും. അവനുണ്ടായിരുന്ന ഈ ഒരു ഖൈറിലോട്ട് മുന്നേറാനുണ്ടായിരുന്ന അവൻ്റെ നഫ്സിൽ നിന്ന് തന്നെ അവനുണ്ടായിരുന്ന ഒരു പ്രചോദനം ഉണ്ടല്ലോ, അതവന് നഷ്ടപ്പെടും. അവൻ്റെ മനസ്സ് ഇടുങ്ങും. ആ മനസ്സിന് ദീഖ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇടുക്ക സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് സൽക്കർമ്മങ്ങളിലേക്ക് മുന്നേറാൻ തടസ്സമുണ്ടാവും. അവൻ അവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കും. സാലിഹ്യങ്ങളുടെ കൂടെ അവൻ ഇരിക്കാൻ സാധിക്കില്ല. ഇവിടെ ചില റിവായത്തുകളിൽ എന്ത് വന്നിട്ടുണ്ട്? ഇങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള രക്തം അവൻ ചിന്തിക്കഴിഞ്ഞാൽ ബല്ലഹ്, ചില റിവായത്തിൽ വന്നാണ്. അതിനർത്ഥം ഇൻഖത, അവൻ മുറിഞ്ഞു പോകും. അവനുള്ള ഖൈറിൽ നിന്ന് അവൻ അങ്ങോട്ട് കട്ട് ഓഫ് ആയി പോകും, മുറിഞ്ഞു പോകും. അപ്പോൾ ഇവിടെ പണ്ഡിതന്മാർ പറയുന്നതാണ്, ദുൽമ് പലതരമാണ്. നമ്മൾ ഒരാളോട് സാമ്പത്തികമായിട്ട് ചെയ്യുന്ന ദുൽമാണെങ്കിൽ ശരി, ശാരീരികമായിട്ട് ചെയ്യുന്ന ദുൽമാണെങ്കിൽ ശരി, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ദുൽമാണെങ്കിൽ ശരി, അത് നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കുക. ഒരുപക്ഷെ നമ്മുടെ ഒരു സഹോദരനെക്കുറിച്ച് നമ്മൾ പറയുന്ന ഒരൊറ്റ മോശം വാക്ക് മതിയാവും, ഒരൊറ്റ ഗീബത്ത്. കാരണം ഗീബത്ത് നമുക്ക് ഹറാമാണ്. ആ ഒരൊറ്റ ഗീബത്തായിരിക്കാം ഒരുപക്ഷെ നമ്മളെ ഖൈറിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് പറയാനുള്ള കാരണം അൽ അമ്രു ഖതീർ. ഈ ദുൽമെന്ന് പറയുന്നത് അത് വളരെ വളരെ ഗൗരവമേറിയ ഒന്നാണ്. ഷെയ്ഖ് ഹുസൈമി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ സഹോദരനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവൻ്റെ മനസ്സിലൊരു മുറിവ് പറ്റാതെ നമ്മൾ സൂക്ഷിക്കണം. അതായത് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ അറിയാതെ പോലും ഒരു ദുൽമ അവനോട് ചെയ്തു പോകരുത്. അത്രയധികം പവിത്രമാക്കപ്പെട്ട ഒന്നാണ് ദീനുൽ ഇസ്ലാമിൽ സാഹോദര്യം എന്തെന്നുള്ളത്. അപ്പോൾ നമ്മുടെ സഹോദരനോട് ഇനിയിപ്പോൾ അത് സഹോദരനല്ലെങ്കിൽ പോലും, മുസ്ലിമീങ്ങളോടാണെങ്കിൽ പോലും, കാഫിരീങ്ങളോടാണെങ്കിൽ പോലും നമുക്ക് ദുൽമ എന്തല്ല, അനുവദനീയമല്ല. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറയാറുണ്ടായിരുന്നു, ഫിറഔൻ, നമുക്കറിയാം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരനുള്ള ഒരാളാണ് ഫിറഔൻ. ആ ഫിറഔനെ കുറിച്ചിട്ട് പോലും ഫിറഔനിൽ ഇല്ലാത്തൊരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദുൽമാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ ചോദിക്കപ്പെടും. അപ്പോൾ പിന്നെ ഇത് നമ്മൾ പറയുന്നത് ഇത്ര ദുൽമൊന്നും ഇല്ലാത്തൊരു കാഫിറിനെ കുറിച്ചാണെങ്കിലോ, അതുമല്ല ഒരു മുസ്ലിം ആണെങ്കിലോ, അതുമല്ല ഒരു സെലഫി ആണെങ്കിലോ, അതുമല്ല ഒരു താലിബുൽ ഇൽമാണെങ്കിലോ, ഗൗരവം
വളരെ ഏറിയതായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കുക. നമ്മളെ നാവുകൾ ഉപയോഗിക്കുമ്പോഴാവട്ടെ, നമ്മളെ കൈകൾ ഉപയോഗിക്കുന്നതാവട്ടെ, സാമ്പത്തിക ഇടപാടുകളിലായിട്ട് ഒരു റിയാൽ പോലും, ഒരു ഫിൽസ് പോലും നമ്മൾ വേറൊരാളോട് ദുൽമ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാതെ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കുക. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഷെയ്ഖുന യഹ്യ അവിടെ എണ്ണി പറഞ്ഞതുപോലെ ഒരുപക്ഷെ അവനുള്ള ഈ ഖൈറിൽ നിന്ന് തെറ്റിപ്പോവാനുള്ള ഒരേ ഒരു കാരണം ഈ ഒരു ദുൽമായിരിക്കാം. നസ്അലുല്ലാഹി അസ്സലാമു വൽ ആഫിയ. മറ്റൊരു കാരണം ഷെയ്ഖുന യഹ്യ ഹഫിളഹുല്ലാഹ് പറഞ്ഞു. ഞാൻ മറ്റൊരു കാരണം എന്ന് പറയാൻ കാരണം ഷെയ്ഖുന യഹ്യ പറഞ്ഞ തർത്തീബ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്, പറയാനുള്ള അവതരിപ്പിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. മറ്റൊരു കാരണം ഷെയ്ഖുന യഹ്യ ഹഫിളഹുല്ലാഹ് പറഞ്ഞത് ദുനിയാവിനോടുള്ള ഒരുത്തൻ്റെ ആഗ്രഹം, അതിനോടുള്ള അവൻ്റെ ആർത്തി. ഈ ഒരു ആർത്തി നമ്മളിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ എത്ര ഖൈറിലാണുള്ളതെങ്കിലും, നമ്മളിൽ നിന്ന് ദുനിയാവ് എത്ര വിദൂരത്താണെങ്കിലും, നമ്മൾ ദുനിയാവിപരമായിട്ട് എത്ര ഞെരുക്കത്തിലാണ് ജീവിക്കുന്നതെങ്കിലും, നമ്മളെ കയ്യിലൊന്നുമില്ല, ഫക്കീറാണ് നമ്മൾ, പക്ഷേ എന്നാലും നമ്മളെ മനസ്സിലുണ്ട് ആ ഒരു അങ്ങേയറ്റത്തെ ആർത്തി, നേടിയെടുക്കാനുള്ള ഒരു ആക്രാന്തം, അത് നമ്മളിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം. ഇത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ഈ ഖൈറിൽ നിന്ന് തെറ്റിച്ച് കളയാനുള്ള വലിയൊരു സബബായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്, വത്ലു അലൈഹിം നബ അല്ലദി ആതൈനാഹു ആയാതിന ഫൻസലഖ മിൻഹ ഫഅത്ബഅഹു ശൈത്താനു ഫകാന മിനൽ ഗാവീൻ. ഈ ഒരാളെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. ഇയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തങ്ങൾ നൽകി. വത്ലു അലൈഹിം നബ അല്ലദി ആതൈനാഹു ആയാതിന, നമ്മൾ അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവന് നൽകി. ചില പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇമാം സഅദിയൊക്കെ പറയാണ് അയാൾ വലിയൊരു ആലിമായി മാറി, ആലിമൻ കബീർ, വലിയൊരു പണ്ഡിതനായി മാറി ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു കൊടുത്തിട്ട്. എന്നിട്ട് ആളുടെ അവസ്ഥ എന്തായിരുന്നു? വത്ലു അലൈഹിം നബ അല്ലദി ആതൈനാഹു ആയാതിന ഫൻസലഖ മിൻഹാ, അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി, ഊരിക്കളഞ്ഞ്. കാരണം ഈ ഫൻസലഖ എന്ന് പറയുന്ന വാക്ക് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ വെറുതെ നമ്മളൊരു വസ്ത്രം ഊരിയിടുന്നതിനല്ല ഈ ഒരു വാക്ക് ഉപയോഗിക്കുക. പകരം പാമ്പ് തൻ്റെ തൊലിയിൽ നിന്ന് ഊരി വരുന്നൊരവസ്ഥയുണ്ട്. ചില സന്ദർഭങ്ങളിൽ പാമ്പ് അങ്ങനെ ചെയ്യും, സ്വന്തം തൊലിയിൽ നിന്ന് ഊരിപ്പോവും. ഈ ഒരു വാക്കിനാണ് അറബി ഭാഷയിൽ ഇൻസലഹ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. കാരണം ഇങ്ങനൊരു പാമ്പ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഖിയാമത്ത് നാൾ വരെ ആ പാമ്പിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ തൊലിയിലോട്ട് തിരിച്ചു കയറാൻ കഴിയില്ല. ആ രീതിയിലാണ് ഇയാൾ എന്ത് ചെയ്തത്? അദ്ദേഹത്തിന് നൽകപ്പെട്ട ഇൽമും ആ തൊലബിൽ ഇൽമും അയാൾ ഉപേക്ഷിച്ചിട്ട് പോയത്. എന്നിട്ട് പറയാണ് ഫഅത്ബഅഹു ശൈത്താൻ, അയാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഷെയ്ത്താന് ഇയാളുടെ മേലിൽ ഒരു ആധിപത്യം നേടി. അഥവാ ഷെയ്ത്താൻ്റെ അനുയായികളിൽ ഒരാളായിട്ട് ഇയാളെ ഷെയ്ത്താൻ ഭിന്നപ്പെടുത്തി. ഫകാന മിനൽ ഗാവീൻ, അവൻ വഴിവെച്ചവരായിപ്പെട്ടു. ഇവിടെ ഷാഹിദ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫകാന മിനൽ ഗാവീൻ വലൗ ശിഅ്ന, നാം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ലറഫഅനാഹു ബിഹ, ആ നമ്മൾ കൊടുത്തിട്ടുള്ള ഇൽമുണ്ടല്ലോ അതിൻ്റെ കാരണം കൊണ്ട് നാം അവനെ ഉയർത്തിയേനെ. പക്ഷേ അവൻ എന്താ ചെയ്തിട്ടുള്ളത്? അവൻ ആ ഇൽമ് നൽകിയിട്ടുണ്ട്. ആ ഇൽമ് നാം അവനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ഇൽമിൻ്റെ കാരണത്തിൽ അവൻ നമുക്ക് ഉയർത്തുമായിരുന്നു. കാരണം ഇൽമു ഉയർച്ചകളുടെ കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ സന്ദർഭങ്ങളിൽ പറഞ്ഞ പോലെ യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്തുകൾ ഉയരാനുള്ള കാരണമാണ് ഇൽമ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം ആ കാരണം കൊണ്ട് നമ്മൾ അവനെ ഉയർത്തുമായിരുന്നു. പക്ഷെ അവൻ എന്ത് ചെയ്തു? വലൗ ശിഅ്നാ ലറഫഅനാഹു ബിഹാ വലാകിന്നഹു അഖ്ലദ ഇലൽ അർദ്, ആ ഇൽമു കൊണ്ട് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്താതിരിക്കാനുള്ള കാരണം, അവൻ അതിൽ നിന്ന് ഊരി വരാനുള്ള കാരണം അതെന്തായിരുന്നു? അഖ്ലദ ഇലൽ അർദ്, അവൻ ദുനിയാവിലേക്ക് തിരിഞ്ഞു. എങ്ങനെ അഖ്ലദ്? അവൻ ദുനിയാവ് ശാശ്വതമാണ് എന്ന രീതിയിൽ അവൻ ദുനിയാവിലോട്ട് തിരിഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഒരു കാരണമാണ് ഇത്രയും ഇൽമ് നൽകപ്പെട്ട, ഇത്രയധികം ഖൈറുണ്ടായിരുന്ന ആ ഒരു വ്യക്തി തെറ്റിപ്പോകാനുള്ള കാരണം. വലാകിന്നഹു അഖ്ലദ ഇലൽ അർദി വത്തബഅ ഹവാഹ്, അവൻ അവൻ്റെ ദേഹേച്ഛ പിൻപറ്റി പോകുന്നവനായി. പിന്നെ എവിടുന്ന് നിന്നൊന്നില്ല, അവന് കിട്ടിയാൽ മതി ദുനിയാവ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. തബഅ ഹവാഹ് ഫമസലുഹു കമസലിൽ കൽബ് എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം അവൻ്റെ ഉദാഹരണം എന്താണ്? ഒരു പട്ടിയെ പോലെയാണ്. കാരണം നമുക്കറിയാം ദീനുൽ ഇസ്ലാമിൽ വളരെ മോശമായിട്ടുള്ളൊരു ഉദാഹരണം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മൃഗമാണ് പട്ടി എന്ന് പറയുന്നത്. ഫമസലുഹു കമസലിൽ കൽബ്, ഒരു പട്ടിയെ പോലെയാണ്. ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുക്ഹു യൽഹസ്, നീ അവൻ ആക്രമിച്ചാലും ശരി, ആ പട്ടിയെ ആക്രമിച്ചാലും ശരി, ആക്രമിച്ചിട്ടില്ലെങ്കിൽ ശരി, അത് അതിൻ്റെ നാവും താട്ടി ഇങ്ങനെ നടക്കും. അപ്പോൾ ഇവിടെ ഷെയ്ഖുന യഹ്യ ഒരിക്കൽ ദർസ് പറഞ്ഞിരുന്നു യൽഹസ് എന്നുള്ള ഈ ഒരു വാക്ക് എന്ത് തെളിയിക്കുന്നു? കാന ജഷിഅൻ, അവൻ ആക്രാന്തക്കാരനായിരുന്നു തെളിയിക്കുന്നു. കാരണം ഈ ഒരു ആക്രാന്തമാണ് അവൻ എന്താക്കിയത്?
ഇത്രയും ഖൈറിൽ നിന്ന് അവനെ തെറ്റിച്ച് കളയാനുള്ള കാരണം. അപ്പോൾ ഈ ദുനിയാവെന്ന് പറയുന്നത് അതിൽ നിന്ന് നമുക്കാവശ്യമായ കാര്യം നമ്മൾ എടുക്കുക, അത് കഴിഞ്ഞാൽ നമുക്കാവശ്യമായ നമുക്ക് ഉപകാരപ്പെടുന്ന ആഖിറത്തിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ മുന്നേറുക. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പല സന്ദർഭങ്ങളിൽ പറയാറുണ്ടായിരുന്ന പോലെ മുമ്പ് കാലത്തെ സലഫുകൾ അയിമ്മത്തുമാർ അവരുടെ ദുനിയാവ് അവരുടെ കൈകളിലുള്ളപ്പോഴും അവരുടെ മനസ്സിലുണ്ടായിരുന്നില്ല. അവരുടെ കൈകളിലുണ്ടായിരുന്നപ്പോൾ പോലും അവരുടെ മനസ്സിൽ അതുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ദുനിയാവ് അധികരിച്ച സമയത്ത് അവർക്ക് പേടിയുണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ നമുക്ക് ഈ എടുത്ത് സഹീഹുൽ മുസ്നദിൽ കടന്നു പോയത് ഇതാണ് ഷെയ്ഖുന യഹ്യയുടെ അടുക്കൽ. അദ്ദേഹം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പറയാണ്, ഉമ്മു സലമ ഉമ്മ കാരണം ഉമ്മയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയാണ്. ഉമ്മ, എനിക്ക് ഒരുപാട് പൈസ ഉണ്ട്, അപ്പോൾ എനിക്ക് പേടിയാവുന്നു, ഞാൻ നശിച്ചു പോകുന്നു. അപ്പോൾ അവർ ഈ പേടിക്കാനുള്ള എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖുറൈശികളിൽ ഏറ്റവും സമ്പന്നൻ ഞാനാണ്. കാരണം ഖുറൈശികളുടെ സമ്പത്ത് നമുക്ക് അറിയാവുന്ന അത്രയും സമ്പന്നരായ ഗോത്രമാണ് ഖുറൈശ് എന്ന്. ആ ഖുറൈശിൽ ഏറ്റവും സമ്പന്നൻ ഞാനാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഉമ്മ എനിക്ക് പേടിയുണ്ട്, ഞാൻ നശിച്ചു പോകുന്നു. അപ്പോൾ ആ ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, അൻഫിഖ്, അങ്ങനെയാണ് നീ ചിലവഴിച്ചോ, നീ സ്വതക്ക കൊടുക്ക്. അപ്പോൾ നിൻ്റെ ഈ കുറേ സമ്പത്തിൻ്റെ അതിലെന്തെങ്കിലും കുറവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു വരുന്നതായിരിക്കും ഈ സ്വതക്കയുടെ കാരണത്താൽ. നമ്മുടെ ഷാഹിദ് എന്താണ്? മുമ്പ് കാലത്തെ ഇമാമുമാർക്കും സലഫുകൾക്കൊക്കെ സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിലും അത് അവരുടെ കൈകളിലായിരുന്നു, മനസ്സുകളിലായിരുന്നില്ല. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതുപോലെ ഈ ദുനിയാവ് ഖൈറിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന കാരണങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ന് തെളിയിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു സംസാരത്തിൻ്റെ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞു വെച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ളത്. രാവിലെ ആകുമ്പോൾ മുസ്ലിം ആയിരിക്കും, വൈകിട്ടാകുമ്പോൾ കാഫിറാവും. വൈകിട്ടാകുമ്പോൾ മുഅ്മിനായിരിക്കും, രാവിലെ ആകുമ്പോഴത്തേനും അവൻ കാഫിറാവും. എന്നിട്ട് അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എങ്ങനെയാണ്? യബീഉ ദീനഹു ബിഅറദിൻ മിനദ് ദുനിയാ. ദുനിയാവിൻ്റെ ഒരു ഓഹരിക്ക് വേണ്ടി അവൻ്റെ ദീന് വിൽക്കും. ഇതാണ് അവനിങ്ങനെ തെറ്റിപ്പോകാനുള്ള കാരണം. ഇത്ര പെട്ടെന്ന് അവൻ മറയും. ഷെയ്ഖുന യഹ്യ ഈ കലിമയിൽ തന്നെ പറഞ്ഞൊരു വാക്കായിരുന്നു, ഒരാളെ എങ്ങനെ മറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ഇയാൾ പഴയ ആളേനോ എന്നുള്ളത്. അത് അങ്ങനത്തെ അവനായിരുന്നു ഇപ്പം ഇങ്ങനെ ഉള്ളതെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല എന്ന് ഷെയ്ഖുന യഹ്യ ഹഫിളഹുല്ലാഹ് പറയണം. ആ രീതിയിൽ ആൾ മാറും. കാരണം എന്താണ്? യബീഉ ദീനഹു ബിഅറദിൻ മിനദ് ദുനിയ. ദുനിയാവിൻ്റെ ഒരു ഓഹരി കാരണം, ഒരു സുഖ സൗകര്യത്തിന് വേണ്ടി അവൻ്റെ ദീന് വിൽക്കും. അതേപോലെ തന്നെയാണ് അബൂ ദർദ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ, ഇബ്നു മാജ റഹിമഹുല്ലാഹ് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അബൂ ദർദ റളിയല്ലാഹു അൻഹു പറയാണ്, നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് ദാരിദ്ര്യത്തിനെ കുറിച്ചിട്ടുള്ള ഭയവും നമ്മളിങ്ങനെ പറയാണ്, ദാരിദ്ര്യം വന്ന് ഭവിക്കും എന്നുള്ള ആ ഒരു പേടിയെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്കിടയ്ക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, അൽ ഫഖറ തഖാഫൂൻ, നിങ്ങൾ ദാരിദ്ര്യമാണോ പേടിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അൽ ഫഖറ തഖാഫൂൻ വല്ലദീ നഫ്സി ബിയദി, എൻ്റെ നഫ്സ് ആരിലാണോ സത്യം, ആരുടെ കയ്യിലാണോ സത്യം, അഥവാ അള്ളാഹു ആണേ സത്യം, ലതുസബ്ബന്ന അലൈക്കുമുദ്ദുന്യ സബ്ബ, നിങ്ങളുടെ മേലേക്ക് ദുനിയാവ് ഒരു ചൊരിയൽ അങ്ങോട്ട് ചൊരിയപ്പെടും. അതായത് അത്രയധികം നിങ്ങൾക്ക് ദുനിയാവ് നൽകപ്പെടും, ഈ മുസ്ലിമീങ്ങൾക്ക് ദുനിയാവ് നൽകപ്പെടും. ഹത്ത ലാ യുസീഖു ഖൽബ അഹദികും ഇസാഗതൻ ഇല്ലാ ഹി. സുബ്ഹാനല്ലാഹ്, ഷെയ്ഖുന യഹ്യ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന ഹദീസാണത്. ഇത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ അബ്ദുറഹ്മാൻ ഔഫിൻ്റെ ഹദീസ് പറഞ്ഞപ്പോൾ ഷെയ്ഖുന യഹ്യ ഇത് പറഞ്ഞിരുന്നു. ഹത്ത ലാ യുസീഖു ഖൽബ അഹദികും ഇസാഗതൻ ഇല്ലാ ഹി. ഒരുവൻ്റെ കൽബ് അത് തെറ്റിപ്പോവാനുള്ള കാരണമാവില്ല, വേറെ ഒന്നും ആയിരിക്കില്ല, ദുനിയാവ് മാത്രം. അത് ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാക്കപ്പെടും, ചൊരിയപ്പെടും. ആ ഒരു ഹക്കിൽ നിന്ന് അവൻ തെറ്റിപ്പോവാനുള്ള ഒരേ ഒരു കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദുനിയാവായിരിക്കും. അതായത് നേരത്തെ പറഞ്ഞതൊന്നും ചിലപ്പോൾ അവനിലുണ്ടാവില്ല. ഖൈറായിരിക്കും, നല്ല കൂട്ടുകാരായിരിക്കും, സലഫികളുടെ കൂടെ ആയിരിക്കും, സാലിഹ്യങ്ങളുടെ കൂടെ ആയിരിക്കും, ഇൽമിൻ്റെ സദസ്സിലെ, പക്ഷെ അവൻ്റെ മനസ്സിൽ ആർത്തിയാണ്, ദുനിയാവിനോടുള്ള ആ ഒരു ആർത്തിയാണ്. ആ ഒരു ആർത്തി കൊണ്ട് മാത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവൻ ചിലപ്പോൾ എന്തായി പോവും, ഈ ഖൈറിൽ നിന്ന് അവൻ തെറ്റിപ്പോവും. നസ്അലുല്ലാഹി അസ്സലാമു വൽ ആഫിയ. എന്നിട്ട് ഷെയ്ഖുന യഹ്യ ഹഫിളഹുല്ലാഹ് ചില സന്ദർഭങ്ങളിൽ പറഞ്ഞൊരു മനോഹരമായ വാക്കായിരുന്നു, ഇത്രയധികം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹു സുബ്ഹാനഹു വ തആലയും നമുക്ക് ദുനിയാവിനെക്കുറിച്ച് താക്കീത് നൽകിയിട്ടുള്ളത്. കാരണം നമ്മൾ ഈ പറഞ്ഞതല്ല, ഒരുപാടുണ്ട്. നമ്മൾ സമയത്തിൻ്റെ ചുരുക്കം കാരണം പ്രധാനപ്പെട്ട മാത്രം ചിലത് പറയാണ്. ചില ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇത്തഖുദ്ദുനിയ, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കുക. ദുനിയാവിനെ സൂക്ഷിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ കാര്യമാണെന്ത്? ദുനിയാവിൻ്റെ ഫിത്ന എന്ന് പറയും. ഇത്തഖുദ്ദുനിയ, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കുക. അപ്പോൾ റസൂൽ അബ്ദുറഹ്മാൻ അൽ മുഅല്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹം ചില സന്ദർഭങ്ങളിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ഹദീസ് നമുക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ചിത്രീകരിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുന്നിൽ നിന്നിട്ട് നമ്മളോട് പറയുന്ന പോലെ നമ്മൾ ചിത്രീകരിക്കുക.
എന്നിട്ട് നമ്മൾ അവിടെ എന്ത് നോക്കി പോകണ്ട, അത് വാജിബാണോ മുസ്തഹബാണോ ഹറാമോ അതൊന്നും നമ്മൾ ചിന്തിക്കുന്നതിന് മുന്നേ നമ്മൾ ആലോചിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ മുന്നിൽ വന്നിട്ട് എൻ്റെ നിങ്ങളൊക്കെ മുന്നിൽ വന്നിട്ട് പറയാണ് നിങ്ങളിങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കും? നമ്മളത് ചെയ്യും. അതേപോലെ ആയിരിക്കുക ഒരു ഹദീസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, സ്വഹീഹായ ഹദീസ്. അപ്പോൾ ഇത് നമ്മൾ ആലോചിച്ച് നോക്കുക. റസൂൽ നമ്മളോട് വന്നിട്ട് പറയാണ് ദുനിയാവിനെ സൂക്ഷിച്ചോ, ഇത്തഖുദ്ദുന്യ. അപ്പോൾ നമ്മൾ എത്ര പ്രാധാന്യം കൊടുക്കണം. എന്നിട്ട് ശൈഖുന യഹ്യ ഹഫിളുല്ലാഹ് പറയാണ് ഇത്തരം താക്കീതുകൾ ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ളത് ഇല്ല ലിഅന്നഹ സബബുൻ റഈസി ഫിൽ ഇൻഖിലാബ്, ആളുകൾ തെറ്റിപ്പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായതുകൊണ്ട് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയധികം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ ദുനിയാവിനെ കുറിച്ചിട്ട് താക്കീത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ശൈഖുന യഹ്യ പറഞ്ഞിട്ടുണ്ടായ മൂന്നാമത്തെ കാരണം. നാലാമത്തെ കാരണം അത് വളരെ പ്രധാനപ്പെട്ടതും വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായ ഒരു കാര്യമാണ്. അദമുൽ ഖൗഫ് മിനൽ ഇൻഹിറാഫ്. നമ്മൾ തെറ്റിപ്പോവില്ല എന്നുള്ള അടിയുറച്ചൊരു വിശ്വാസം. നമ്മളൊരിക്കലും ഇൻഹിറാഫിലായി പോവില്ല. നമുക്കെല്ലാം അറിയാം. നമ്മൾ ഒരുപാട് ഫിത്നകൾ കണ്ടതാണ്, നമ്മൾ ഒരുപാട് ഫിത്നകൾ മറികടന്നതാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, കുറേ ആളുകളെ കണ്ടിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്, കുറേ പഠിച്ചിട്ടുണ്ട്, കുറേ ഹിഫ്ളാക്കിയിട്ടുണ്ട്, കുറേ മുഹാദറാത്തുകൾ കേട്ടിട്ടുണ്ട്, കുറേ ഷെയ്ഖുമാരുടെ കൂടെ ജീവിച്ചിട്ടുണ്ട്. നമ്മളൊരിക്കലും തെറ്റിപ്പോവില്ല. ഈ ഒരു അടിയുറച്ച വിശ്വാസം അവൻ തെറ്റിപ്പോകാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ്. കാരണം ശൈഖുന യഹ്യ ഹഫിളഹുല്ലാഹ് എന്നിട്ട് ഇതിന് ഒരുപാട് ദലീലുകൾ പറഞ്ഞു. അതിൽപ്പെട്ട പ്രധാനമായൊരു ദലീലായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ സംഭവം. കാരണം ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഇബ്രാഹിം ആരായിരുന്നു. സയ്യിദുൽ ഹുനഫ എന്ന് ഉലമാക്കൾ വിശേഷിപ്പിക്കും. ഹുനഫാക്കളുടെ നേതാവ്. അതായത് നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും ഉത്തമനായ സൃഷ്ടി. ആ സൃഷ്ടിയോട് അള്ളാഹു സുബ്ഹാനഹു വതആല പിൻപറ്റാൻ പറഞ്ഞ ദീന ആരെ ദീന? വത്തബിഅ മില്ലത ഇബ്രാഹിം ഹനീഫ. കൽപ്പിക്കപ്പെടുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിമിൻ്റെ ദീന് പിൻപറ്റിക്കോ. അപ്പോൾ ഇബ്രാഹിമിന് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനം എന്താണ്? ആ ഇബ്രാഹിം അലൈഹിസ്സലാം ചില പണ്ഡിതന്മാർ ആയത്തിൽ പറഞ്ഞു, മുമ്പ് കിതാബ് തൗഹീദ് റസൂൽ പറഞ്ഞിട്ടുണ്ടായി വൈദ് ഇബ്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന എന്നുള്ള ഈ ഒരു ആയത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന് എന്തെല്ലാം പരീക്ഷണങ്ങൾ ഉണ്ടായോ ആ പരീക്ഷണങ്ങളെല്ലാം ഇബ്രാഹിം അലൈഹിസ്സലാം വിജയിച്ചവനാണ് അലൈഹി സ്വലാത്തു വസ്സലാം. ഈ ഒരു ഇബ്രാഹിം അലൈഹിസ്സലാം എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടായിരുന്നത്? വജ്നുബ്നി വബനിയ അൻ അഅ്ബുദൽ അസ്നാം. അതായത് അദ്ദേഹം പറയാണ് എന്നെയും എൻ്റെ കുട്ടികളെയും, അത് ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശേഷം വരാനുള്ള അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പര, അവരെയും ഈ അസ്നാമുകളെ ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ തട്ടി മാറ്റണമേ. പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ട് പറഞ്ഞു ഈ ബിംബാരാധകർ ഒരു ഭാഗത്ത്, നമ്മൾ വേറൊരു ഭാഗത്ത്. ഈ ഒരു രീതിയിൽ നമ്മളാക്കി തീർക്കണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്യാണ്. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ഇത് പേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആരാണ് സുരക്ഷിതരായിട്ടുള്ളത്? അതും ചെറിയ ചെറിയ ഫിത്നകളല്ല, ഒരു മുസ്ലിം അറക്കുന്ന കാര്യമാണ്. അവൻ ദിവസേന 17 പ്രാവശ്യം പറയുന്ന ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്നുള്ള ഈ ഒരു കാര്യത്തിലോട്ട് മടങ്ങുന്ന സംഭവമാണ് അതിനെ പൊളിക്കുന്ന കാര്യമാണ് ബിംബത്തിന് ആഗ്രഹം. അതിനെപ്പോലും അതിലേക്ക് നമ്മളെ ചെന്ന് എത്തിക്കരുതെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന് പേടിയുണ്ടായി. അപ്പോൾ നമ്മൾ എത്ര പേടിക്കണം? ഓരോ ഫിത്നയിൽ നിന്നും നമ്മൾ എത്ര ഭയപ്പെടണം? ദുനിയാവിൻ്റെ ഫിത്നയാവട്ടെ, സ്ത്രീകളെ ഫിത്നയാവട്ടെ, വേറെ എന്ത് ഫിത്ന ആയിക്കോട്ടെ, ആ ഫിത്നകളിൽ നിന്ന് നമ്മൾ എത്ര പേടിക്കണം? ഇവിടെയാണ് ഇബ്രാഹിം തൈമി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് വമൻ യഅ്മനുൽ ബലാഅ ബഅദ ഇബ്രാഹിം. ഇബ്രാഹിമിന് ശേഷം വേറെ ആര് ഫിത്നകളിൽ നിന്ന് സുരക്ഷിതനല്ല എന്നുള്ള ഒരു ധൈര്യം അവന് ആർക്ക് ലഭിക്കും? ആരാണ് ഇബ്രാഹിമിന് ശേഷമുള്ളത്? ഇബ്രാഹിമിനെക്കാട്ടി മുകളിൽ ആരാളുള്ളത്? ആരുമില്ല. സുബ്ഹാനഹു അലൈഹി സ്വലാത്തു വസ്സലാം. ഉദ്ദേശിക്കുന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം അലൈഹി സ്വലാമിന് ഉത്തമൻ, പക്ഷെ ഉദ്ദേശിക്കുന്നത് ഈ ചില ബാബുകളിലാണ്. അപ്പോൾ ഇവിടെ ശൈഖുന യഹ്യ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഈ ദുആയിൽ ഇബ്രാഹിം അലൈഹി സ്വലാം മക്കളെ മാത്രം പറഞ്ഞ് നിർത്തിയില്ല. അതായത് എൻ്റെ മക്കളെ, എൻ്റെ പാരമ്പര്യത്തെ നിങ്ങൾ കാക്കണേ, അതിൽ നിന്ന് രക്ഷിക്കണേ എന്നല്ല പറഞ്ഞത്. ആദ്യം പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? സ്വന്തത്തിന് വേണ്ടിയിട്ടാണ് അലൈഹി സ്വലാത്തു വസ്സലാം. ഇതേപോലെ തന്നെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറഞ്ഞതാണ് മുമ്പ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ അടുക്കൽ പോയിട്ട് ചോദിക്കുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ ദുആ ചെയ്യൽ എന്തായിരുന്നു? അവരുടെ മറുപടി എന്തായിരുന്നു? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ തഅതി. ഇതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം ദുആ ചെയ്യാറുണ്ടായിരുന്നു ദുആ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയധികം ദുആ ചെയ്യാറുണ്ടായിരുന്നു, നമ്മൾ എത്ര ദുആ ചെയ്യണം? ഷെയ്ഖ് മുഖ്ബിർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയായിരുന്നു മഗ്റൂർ വല്ലാഹി മഗ്റൂർ. അബൂ മഷ്കൂർ ഈ അടുത്ത് നമ്മൾ ഓർമ്മിപ്പിച്ചിരുന്നു, വല്ലാഹി മഗ്റൂർ, അള്ളാഹു ആണ് സത്യം, സ്വയം വഞ്ചിതനാക്കപ്പെട്ട ഒരുത്തനാണ്. ആര്? മല്ലം യദ്ഉ ബിഹാദിഹി ദുആ
ഫി സുജൂദി, തൻ്റെ സുജൂദിൽ ഈ ഒരു ദുആ ചെയ്യാത്തവൻ മഗ്റൂറാണ്, സ്വയം ആശ്ചര്യപ്പെടുന്നവനാണ് എന്ന് ഷെയ്ഖ് മുബിൽ പറയായിരുന്നു. കാരണം നമ്മളെല്ലാവരും പേടിക്കണം, എന്താണ് നമ്മളെ പര്യവസാനം നമുക്കറിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്, ഒരുവൻ അവൻ സ്വർഗ്ഗത്തിൻ്റെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഹത്താ ലാ യകൂനു ബൈനഹു വബൈനൽ ജന്നത്തി ഇല്ലാ ദിറാ, അവന് സ്വർഗവും തമ്മിൽ ഒരു മുഴ നീളേ ഉണ്ടാവുള്ളൂ. ഫയൻഖലിബു അലൈഹിൽ കിതാബ്, പിന്നെ അവൻ എന്ത് ചെയ്യും, അവിടുന്ന് മറയുകയും അങ്ങനെ ഫേസ്ബുക്ക് അലൈഹിൽ കിതാബ് അവനെ മറികടക്കുകയും അങ്ങനെ അവൻ നരകക്കാരുടെ പ്രവർത്തികൾ ചെയ്യുകയും നരകത്തിൽ പെട്ടുകയും ചെയ്യും. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല നമ്മളെ പര്യവസാനം എന്താണെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ ഒരു കാര്യം ചോദിച്ചുകൊണ്ടിരിക്കണം. ഈ ഒരു പേടി എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇത് തന്നെയായിരുന്നു സഹാബാക്കളുടെ അവസ്ഥയും. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുത്ത് ചില കാര്യങ്ങൾ വന്നിട്ട് ചില സഹാബാക്കൾ ചർച്ച ചെയ്ത സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർക്ക് മറുപടി, അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ, ഈ കാര്യം ഇന്ന ആളെ ഏൽപ്പിച്ചുകൂടായിരുന്നോ, ഈ കാര്യം ഇന്ന സഹാബി ഏൽപ്പിച്ചുകൂടായിരുന്നോ? അപ്പോൾ അദ്ദേഹം അത് ഏൽപ്പിച്ചില്ല. കാരണം അദ്ദേഹത്തിന് അറിയായിരുന്നു അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി നടത്തുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷം ഖലീഫയെ ഞാനാണത് നോക്കി നടത്തേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തുകൊണ്ടുണ്ടായിരുന്നൊരു കാര്യം ഞാൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ, അതായത് അത് ഞാൻ ചെയ്യാതെ ഞാനത് വേറെ ആളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഭയപ്പെടുന്നു, ഞാൻ നശിച്ചു പോകുമെന്ന്. അത് അബൂബക്കർ റളിയല്ലാഹു പേടിക്കുകയാണ്. ഒരു കാര്യം ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നശിച്ചു പോയായിരുന്നു. അവിടെ അബൂബക്കർ റളിയല്ലാഹു അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതയിലോട്ടോ ഇസ്ലാമിലോട്ടോ ആദ്യം വന്നതിൻ്റെ പേരോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ സഹായിച്ച പേരോ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒന്നും അബൂബക്കർ റളിയല്ലാഹു പരിഗണിച്ചിട്ടില്ല. പകരം സ്വയം പറയുന്നത് എന്താണ്, എനിക്ക് പേടിയാണ്, ഞാൻ നശിച്ചു പോകുന്നത്. അതിൽ പെട്ടതാണ് ഉമർ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ അബൂബക്കർ റളിയല്ലാഹു കഴിഞ്ഞാൽ ശേഷം രണ്ടാമത്തെ. കാരണം ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹു നമുക്കറിയാവുന്നതാണ്. അഹ്ലുൽ സുന്നയുടെ പണ്ഡിതന്മാരുടെ വിശ്വാസപ്രകാരം അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉത്തമൻ അബൂബക്കറാണ്. ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്കൊരു ദുആ നിങ്ങൾ പഠിപ്പിച്ചു തരും നിസ്കാര ശേഷം ചൊല്ലാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ ചൊല്ലാൻ വേണ്ടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന ദുആ എന്താണ്? ആരാണ്? അബൂബക്കർ. അബൂബക്കർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന ദുആ ആണ്, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ. അള്ളാഹുവെ, ഞാൻ എൻ്റെ നഫ്സിനോട് ഒരുപാട് ദുൽമ ചെയ്തിട്ടുണ്ട്. ഫഗ്ഫിർലി, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരാം. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ വേറെ ആരുമില്ല പാപങ്ങൾ പൊറുക്കുന്നവൻ. അപ്പോൾ ഇങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിന് നൽകിയ തർബിയത്തും. ഈ തർബിയത്തായിരുന്നു അവരവരുടെ ജീവിതത്തിൽ പകർത്തിയതും. അത് തന്നെയാണ് നമ്മളിൽ നിന്ന് ഈ ദീന് ആവശ്യപ്പെടുന്നതും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നമുക്കറിയാം, ഹുദൈഫ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ അറിയപ്പെടുന്ന ഹുദൈഫ. ഈ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുകളുടെ പേര് പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫനെ എടുത്തിട്ട് ചോദിച്ചിട്ട് ചോദിക്കുകയാണ്, ഹുദൈഫ, ആ പറഞ്ഞ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത്രയധികം ഉമറും പേടിച്ചിരുന്ന് സ്വയം മുനാഫിക്കായിരുന്നോ എന്ന്. ഇതേപോലെ തന്നെയായിരുന്നു ഉമറിൻ്റെ, നമ്മൾ നേരത്തെ പറഞ്ഞ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഈ ഒരു കാര്യം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന് പറഞ്ഞപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് ഒരു ഹദീസ് തിരിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്. അതായത്, ഞാൻ കേട്ടു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ഇന്ന മിൻ അസ്ഹാബി മൻ ലാ യറാനി ബഅദ നുഫാരിഖഹ്, ഞാൻ മരിച്ച് അവരെ പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എന്നെ കാണാത്ത ചില സഹാബാക്കളുണ്ട്. അഥവാ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ വഴിതെറ്റിപ്പോവും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അറിയിച്ചു തരികയാണ്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാനുള്ള ഖിയാമത്ത് നാളിൽ കാണാനുള്ള ഒരു തൗഫീഖ് അവർക്ക് നൽകപ്പെടില്ല, ഹൗദിൽ നിന്ന് അവർ തടയപ്പെടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയാണ്. അപ്പോൾ ഇത് ഉമർ റളിയല്ലാഹു അൻഹു കേട്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു, ഇതാരാ പറയുന്നത്? ഉമ്മു സലമയെ പറയുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നേരെ പോയിട്ട് ഉമ്മു സലമയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഫദഖല അലൈഹി ഫഖൽ ബില്ലാഹ്, അത് ഞാൻ അള്ളാഹിനെ തൊട്ട് നിന്നോട് ചോദിക്കുകയാണ്, മിൻഹുമന, അവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടോ? അതായത് റസൂലുള്ള മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണാത്തവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടോ ഉമ്മു സലമ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്ര പേടിക്കണം. നസ്അലുല്ലാഹി അസ്സലാമു അൽആഫിയ, നസ്അലുല്ലാഹി നഊദു ബില്ലാഹി മിനൽ ഖുറൂർ, നഊദു ബില്ലാഹി മിനൽ ഖുറൂർ. അപ്പോൾ ഈ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവരോട് തിരിച്ചു പറയും, ല വലനുബലി അഹദൻ ബഅദക്, ഒരിക്കലും നിങ്ങൾ അവരുടെ കൂട്ടത്തിലില്ല, നിങ്ങൾക്ക് ശേഷം ഞാൻ വേറെ ആർക്കും ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കില്ല എന്നും അവർ പറയാണ്. അതേപോലെ തന്നെയാണ് ഇബ്നു അബി മുലൈക റഹിമഹുല്ല എന്ന് പറയുന്ന താബിഈ പറയുന്നത്, അദ്റക്തു 30, ചില റിവായത്തിൽ 40, 30 അല്ലെങ്കിൽ 40 സഹാബാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. കുല്ലുഹും യഖാഫൂന അലാ അൻഫുസിഹിം അന്നിഫാഖ്, അവരെല്ലാവരും അവരുടെ സ്വന്തത്തിൽ നിഫാഖ് ഭയക്കുന്നവരായിരുന്നു. അവരെല്ലാവരും മുനാഫിക്കുകളാണോ എന്നവർ ഭയന്നിരുന്നു. അപ്പോൾ ഇങ്ങനൊരു പേടിയില്ലാത്ത അവസ്ഥ, എപ്പോഴും ഞാൻ എന്നുള്ളൊരു വിചാരം ഒരുവനിലുണ്ടെങ്കിൽ അത് അവന് ഈ ഖൈറിൽ നിന്ന് തെറ്റിച്ച് കളയാനുള്ള കാരണങ്ങളിൽ പെട്ട ഒന്നാണ്. പക്ഷെ നമ്മുടെ എല്ലാ കാര്യം അതെങ്ങനെയായിരിക്കണം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടല്ലാതെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ബാങ്ക് വിളിക്കുന്ന സമയത്ത്
ഹയ്യ അല സ്വല ഹയ്യ അൽ ഫല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയണം എന്നുള്ളതിന് ഖിലാഫിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞൊരു അഭിപ്രായമാണ്. കാരണം ആ ബാങ്കിന് മറുപടി കൊടുത്ത് ജമാഅത്തിന് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് നമുക്ക് വേണം. അത് നമ്മുടെ മനസ്സിൽ തറപ്പിക്കുകയാണ് ഇത് നമ്മൾ പറയുന്നതിലൂടെ. അത് ഒരു സൽക്കർമ്മം നമുക്ക് ചെയ്യാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടല്ലാതെ. അപ്പോൾ അള്ളാഹുവിനോടുള്ള ആ ഒരു ദാരിദ്ര്യത്തിലായിരിക്കണം, ആ ഒരു ഇഫ്തിഖാറിലായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. വല്ലാഹു അല വ അലം. പിന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ സബാത്തിനും നമ്മൾ ഉള്ള ഖൈറിൽ നമ്മൾ ഉറച്ചു നിൽക്കാനുള്ള കാര്യങ്ങൾ പെട്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു ഹദീസിൽ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള കാര്യം, അലാ ഇന്ന ദുനിയ മൽഊന, ദുനിയാവ് മുഴുവൻ ശപിക്കപ്പെട്ടതാണ്. അലാ ഇന്ന ദുനിയ മൽഊന, ദുനിയാവ് ശപിക്കപ്പെട്ടതാണ്. ഇല്ലാ ദിക്റല്ലാഹ് മൽഊനും മാ ഫീഹ, അതിലുള്ളതും ശപിക്കപ്പെട്ടതാണ്. ഇല്ലാ ദിക്റല്ലാഹ് വമാ വാല, അള്ളാഹുവിൻ്റെ ദിക്റും അത് സംബന്ധിച്ചിട്ടുള്ള വേറെ കാര്യങ്ങളും. വ ആലിമൻ വ മുതഅല്ലിമ, ഒരു പണ്ഡിതനും പഠിക്കുന്ന വിദ്യാർത്ഥിയും പഠിക്കുന്നയാളും. ഈ കൂട്ടരല്ലാതെ ബാക്കി എല്ലാവരും ശപിക്കപ്പെട്ടവരാണ്, ദുനിയാവിലുള്ള എല്ലാം ശപിക്കപ്പെട്ടവരാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരാണ്. അപ്പോൾ ഇത് നമുക്ക് തെളിയിക്കുന്നത് എന്താണ്? ഈ ദുനിയാവിൻ്റെ ഫിത്നയിൽ നിന്നും ബാക്കിയുള്ള ഫിത്നകളിൽ നിന്നും നമുക്കുള്ള വലിയൊരു രക്ഷയാണ് ഇൽമിൻ്റെ സദസ്സുകൾ എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞ പോലെ ആ ഇൽമിൻ്റെ സദസ്സുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയുടെ ഹദീസായിക്കൊണ്ട് നമുക്ക് അറിയിച്ചു തന്നതുപോലെ, ഇമാം മുസ്ലിമിലൊക്കെ ഉള്ളതുപോലെ മലായിക്കമാർ പങ്കെടുക്കുന്ന മജ്ലിസുകളാണ്. ആ മലായിക്കമാരുടെ ദുആ നമുക്ക് ലഭിക്കാനുള്ള കാരണമാവുന്ന മജ്ലിസുകളാണ്. അപ്പോൾ ആ മജ്ലിസുകൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ പങ്കെടുക്കാൻ നോക്കുക. അതിൽ നമ്മളെ ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലുള്ള കുറവും സംഭവിക്കാതിരിക്കുക. അത് എത്ര ചെറിയ ദർസാണെങ്കിലും, അതിനിപ്പോൾ സർഫിൻ്റെ ദർസായിക്കോട്ടെ, അതല്ല ഭാഷാപരമായിട്ടുള്ള ചെറിയ ദർസാണെങ്കിൽ നമ്മളത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ഹൽക്കയുടെ ആ ഒരു മജ്ലിസിൻ്റെ ബറക്കത്ത് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഒരു ഖൈറ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടും നമ്മളത് മിസ്സാക്കാതെ നോക്കുക. അത് തുടർച്ചയായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നമുക്ക് ബറക്കത്ത് തരും. കാരണം നമുക്കറിയാവുന്നതാണ്, നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ തൗഫീഖ് കൊണ്ട് നമ്മുടെ നാട്ടിൽ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നൊരു ദാവത്താണ് നമ്മുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ദാവത്ത്. ആ ദാവത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മളിന്ന് കാണുന്ന പോലെ ഇവിടെ നിന്ന് പഠിച്ചുപോയ അബൂ അദ്നാൻ ഹഫളഹുല്ല എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ തുടങ്ങിയിട്ടുണ്ടായ ചെറിയ ചെറിയ ദർസുകളായിരുന്നു. അപ്പോൾ ദർസുകൾ ചെറുതാണെന്ന് വിചാരിച്ചിട്ട് നമുക്കതിലൊരിക്കലും കുറവ്, ഒരു പുച്ഛം തോന്നാൻ പാടില്ല. അനാവശ്യമാണ്, ആവശ്യമില്ലാത്ത കാര്യമാണ് എന്നൊന്നും നമുക്കൊരിക്കലും തോന്നാൻ പാടില്ല. പകരം അത് ബറക്കത്തുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബാക്കളുടെ രീതിയാണ് നമ്മൾ പിൻപറ്റുന്നതെന്ന് മനസ്സിലാക്കുക. അതിൽ നമ്മൾ മുന്നോട്ട് പോവുക. നസ്അലുല്ലാഹ അസ്സലാമു വൽ ആഫിയ വജസാക്കുമുല്ലാഹു ഖൈറൻ. പറഞ്ഞ സമയത്തിൽ നിന്ന് അല്പം നമ്മൾ തുടങ്ങാൻ വൈകി. കാരണം സൂചിപ്പിച്ച പോലെ ലൈവ് സ്ട്രീം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഈ ഗൂഗിൾ മീറ്റിലോട്ട് കയറി. എന്തായാലും അൽഹംദുലില്ലാഹ് കുറച്ചുകൂടെ പറയാൻ ബാക്കി വെച്ച ചില പോയിന്റുകൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇൻഷാ അല്ലാഹു ജല്ല വഅല ഫീ കിഫായ. നസ്അലുല്ലാഹു യുബാരിക് വജസാക്കുമുല്ലാഹു ഖൈറൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം